നമസ്കാരം, പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെയേറെ കൗതുകമുള്ള ചില അരണക്കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ചെതമ്പലുകളുള്ള ശരീരവും പടം പൊഴിക്കുന്ന സ്വഭാവവുമൊക്കെയുള്ള സ്ക്വാമേറ്റുകളിൽപ്പെടുന്ന ഉരകജീവികളാണ് അരണകൾ. പാമ്പുകളും പല്ലികളുമൊക്കെ ഉൾപ്പെടുന്ന പരിണാമ വിഭാഗത്തിൽപ്പെടുന്നവയെങ്കിലും പാമ്പുകളുമായി വലിയ അടുപ്പം ഇവയ്ക്കില്ല. സ്കിങ്കോയിഡയിൽ 4 കുടുംബങ്ങളിൽ ഒന്നായ സിൻസിഡോയിലെയാണ് അരണകൾ ഉൾപ്പെടുന്നത്. 100 മുതൽ 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉരുത്തിരിഞ്ഞതാവാം ഈ വിഭാഗം. ലോകത്തിലെങ്ങുമായി 180 ജനുസുകളിലായി 1685 സ്പീഷ്യസ് അരണകളായാണ് ഇതുവരെ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ആർട്ടിക്, സബാർട്ടിക് പ്രദേശങ്ങളിലൊഴികെ ലോകത്തിലെല്ലായിടങ്ങളിലും അരണകളുണ്ട്. ഇന്ത്യയിൽ 18 ജനുസുകളിലായി 80 വ്യത്യസ്ത സ്പീഷീസ് അരണകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും ധാരാളം ഇനങ്ങൾ പല സ്ഥലങ്ങളിലായും തിരിച്ചറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. പുതിയ ഇനങ്ങളെ ഓരോ വർഷവും ഗവേഷകർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിലുള്ളവയ്ക്ക് നിറത്തിലും രൂപത്തിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാം. കരയിൽ പാറയിടുക്കുകളിലും മറ്റും പ്രകാശം കുറഞ്ഞ ഭാഗങ്ങളിലുമൊക്കെയാണ് സാധാരണയായി ഇവയെ കാണപ്പെടുന്നത്. ചിലവ ഭാഗികമായി ജലജീവികളാണ്. തറയിൽ ജീവിക്കുന്നവ കൂടാതെ മണലിലും മണ്ണിനടിയിലും തുരന്നും തുഴഞ്ഞുമൊക്കെ നീങ്ങി ജീവിക്കുന്നവയും മരത്തിൽ ജീവിക്കുന്നവയും പാറകളിൽ ജീവിക്കുന്നവയും ഒക്കെ അരണയുടെ കൂട്ടത്തിലുണ്ട്. അപകടം മണത്താൽ വെള്ളത്തിൽ ചാടി നീന്തിയും മുങ്ങിയും രക്ഷപ്പെടുന്ന ഇനങ്ങളുമുണ്ട്. ഇടത്തരം വലിപ്പമുള്ളവയും ചെറുതും ആയ പലതരം അരണകളുണ്ട്. അരണകളിലെ വൈവിധ്യങ്ങളും കൗതുകങ്ങളും നോക്കാം. വൈവിധ്യത കൊണ്ട് സമ്പന്നമാണ് അരണലോകം. കുഞ്ഞനരണ, കുരങ്ങനരണ, മണലരണ, കടലരണ, മരയരണ, മണ്ണരണ, പാമ്പരണ, പൂച്ചയരണ, കാട്ടരണ എന്നിങ്ങനെ വിവിധ ഇനം അരണകളുണ്ട്. അരണലോകത്തെ ഏറ്റവും ചെറിയത് വിരൽത്തുമ്പിൽ നിൽക്കാൻ പറ്റുന്ന വെറും 2.3 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ന്യൂഗിനിയിലെ കുഞ്ഞൻ അരണകളാണ്. കാലുകളുള്ള അരണകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് സോളമൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന 70 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള കുരങ്ങരണ എന്ന് വിളിക്കുന്ന ഇനമാണ്. ഇതിനെ വളർത്തുമൃഗമായി അല്ലെങ്കിൽ പെറ്റായിട്ട് വളർത്താൻ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട്. കുരങ്ങുകളെപ്പോലെ ശാഖകളിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള സഞ്ചാരത്തിന് നീളം കൂടിയ വാലുകൾ സഹായിക്കുന്നത് കൊണ്ടാണ് കുരങ്ങൻ വാലരണ എന്നും കുരങ്ങരണ എന്നുമൊക്കെ ഇവയെ വിളിക്കാൻ കാരണം. കുരങ്ങരണകൾ സസ്യാഹാരികളാണ്. പഴങ്ങളും ഇലകളുമൊക്കെയാണ് കഴിക്കുന്നത്. വിഷച്ചെടികൾ തിന്നാലും അവയിലെ ടോക്സിനുകൾ ഇവയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കുകയില്ല. സെല്ലുലോസ് ദഹിപ്പിക്കുവാനുള്ള കഴിവ് ഇവയുടെ വയറിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെ സാധ്യമാണ്. അതിനാൽ ഇത്തരം അരണകൾ കുഞ്ഞുങ്ങൾക്ക് അവയുടെ മലം തന്നെയാണ് ആദ്യമായിട്ട് നൽകുന്ന ഭക്ഷണം. അത് വളരെ കൗതുകമുള്ള കാര്യമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ വയറ്റിലും ദഹന ആവശ്യത്തിനുള്ള ബാക്ടീരിയകൾ എത്തിക്കുകയാണ് ഇതിലൂടെ ഈ കുരങ്ങൻ അരണകൾ ചെയ്യുന്നത്. താർ മരുഭൂമിയിലെ മണലിലൂടെ ഒളിച്ചു നീന്തി മറയുന്ന മണൽമീൻ എന്ന പേരുള്ള അരണകളുണ്ട്. മണലിലൂടെ തുരന്നും തുഴഞ്ഞും നീങ്ങാൻ ഇവയ്ക്ക് ഉറപ്പുള്ള മൂക്ക് സഹായിക്കും. കൈകളിൽ 3 വിരലുകളെ ഈ മണലരണകൾക്ക് ഉണ്ടാകാറുള്ളൂ. മണ്ണിലിറങ്ങാതെ ജീവിതകാലം മുഴുവനും മരത്തിൽ തന്നെ ജീവിച്ച് തീർക്കുന്ന മര അരണകളുണ്ട്. ന്യൂഗിനിയയിൽ കാണപ്പെടുന്ന പ്രസിനോഹേമ വൈറൻസ് എന്ന ഇനം അരണകൾക്ക് പല്ലികളെപ്പോലെ തന്നെ താഴോട്ട് വീഴാതെ കുത്തനെയുള്ള പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് കയറാൻ സഹായിക്കുന്ന സക്ഷൻ പാഡ് പോലുള്ള സംവിധാനം വിരലുകളിലുണ്ട്. അരണകളിൽ ഈ ഒരു ഇനത്തിന് മാത്രമേ ഇത്തരം കഴിവുള്ളതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ അരണകൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പച്ച നിറമുള്ള ചോരയാണ് ഇവയ്ക്കുള്ളത്. നാവും തൊലിയുമൊക്കെ പച്ച നിറത്തിലായിരിക്കും. ആസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരിനം നീലനാവുള്ള അരണയുണ്ട്. കഥകളിൽ ചടുല യക്ഷികൾ
ചുവന്നു നീണ്ട നാവു നീട്ടി ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന പോലെ വായ പൊളിച്ച് നീല നാവ് കാണിച്ച് ശത്രുക്കളെ അല്ലെങ്കിൽ ഇരയെ ഭയപ്പെടുത്തിയാണ് ഇവ ഇരയെ പിടിക്കുന്നത്. കേരളത്തിലെ ഇനങ്ങളെ നോക്കാം. 2015 സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ചെക്ക് ലിസ്റ്റ് പ്രകാരം 8 ജനുസുകളിലായി 19 തരം അരണകളാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുവർണ അരണ, ചെമ്പൻ അരണ, പാമ്പരണ എന്നിവ നമ്മുടെ നാട്ടിൽ പൊതുവെ കാണപ്പെടുന്ന ഇനങ്ങളാണ്. കടലുണ്ടി കടൽപ്പുറത്ത് 1870 ബഡോമി കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുള്ള 5 വിരൽ അരണ, പൊന്മുടി മലയിൽ നിന്നും 1984 കണ്ടെത്തിയ പൊന്മുടി അരണ എന്നിവയും അപൂർവമായി കാണപ്പെടുന്നുണ്ട്. അരണകളുടെ പൊതുവായ രൂപവിവരണം നമുക്ക് നോക്കാം. നീണ്ട ശരീരവും കുറുകിയ കാലുകളുമാണ് അരണകൾക്കുള്ളത്. ശരീരം മിനുസവും തിളക്കമുള്ളതുമായ ചതമ്പലുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കും. തലയിലുള്ള ചതമ്പലുകൾ വിസ്താരം കൂടിയവയായിരിക്കും. തലയ്ക്ക് കോണാകൃതിയിലാണ് ഉള്ളത്. പരന്ന തലോട്ടിയും ശൂലം പോലുള്ള നാവും ഇവയുടെ അരണകളുടെ സവിശേഷതയാണ്. കഴുത്തില്ലാത്ത തിളങ്ങുന്ന ഉരുണ്ട ശരീരവും നീളൻ വാലുകളുമാണ് അരണകൾക്കുള്ളത്. ദേഹം നിറയെ ഒന്നിനുമേലൊന്നായി മിനുങ്ങിത്തിളങ്ങുന്ന മിനുസമുള്ള ചതമ്പലുകൾ ഉണ്ടാകും. പരന്ന തലയോട്ടിയാണ് ഇവയ്ക്കുള്ളത്. ശൂലരൂപത്തിൽ പരന്ന നാവ് ഇടയ്ക്ക് പുറത്തേക്ക് നീട്ടിപ്പിടിക്കും. അതിലും ഈ നാവിലും അരിപ്പല്ല് പോലുള്ള ശൽക്കങ്ങളുണ്ട്. മണം പിടിക്കുന്നതും ഇരകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതും നാവ് ഉപയോഗിച്ചാണ്. ശരീരത്തിൻ്റെ ഉപരിഭാഗത്തിന് തവിട്ട് നിറമാണ്. ശരീരത്തിൻ്റെ അടിവശം മഞ്ഞയോ വെള്ളയോ ഒക്കെ ആയിരിക്കും. അരണകൾ പൊതുവെ പകൽ സജീവമാകുന്നവരാണ്. ഭക്ഷണം തേടലും ഇരയെ തേടുന്നതിലുമൊക്കെ പകലാണ് നടത്തുക. ഒട്ടും കാലില്ലാത്ത അരണകളുണ്ട്. അവയെ കണ്ടാൽ പലപ്പോഴും പാമ്പാണെന്ന് തോന്നും. പാമ്പിനെ ഓർമ്മിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം അരണ നാവു നീട്ടി നടക്കുന്നതാണ്. ചില ഇനം അരണകൾക്ക് കണ്ണിന് മുകളിൽ നിന്ന് ആരംഭിച്ച് വാലറ്റം വരെ അരികുകളിലേക്കും മുകളിലേക്കുമൊക്കെ നീളത്തിൽ വരകൾ കാണാൻ പറ്റും. ഇവ മുകളിൽ നിന്ന് നോക്കുന്ന ഇരപിടിയന്മാർക്ക് അരണയുടെ ശരീരത്തിൻ്റെ പുറമതിര് അവ്യക്തമാക്കി തിരിച്ചറിയുന്നതിന് ആശയക്കുഴപ്പമുണ്ടാക്കി രക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. കൂടാതെ ഇവ ജലനഷ്ടം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. കരിയിലകൾക്കിടയിലും കല്ലുകളുടെ വിടവുകൾക്കിടയിലും ഒക്കെ ഒളിച്ച് നിൽക്കുകയാണ് അരണകൾ പൊതുവെ ചെയ്യാറുള്ളത്. കാരണം അവ പേടിച്ചാണ് ജീവിക്കുന്നത്. പുറത്ത് വന്നു കഴിഞ്ഞാൽ അവയുടെ കഥ കഴിയും. കാരണം കാക്ക, പരുന്ത് തുടങ്ങിയ പക്ഷികൾ, കൂടാതെ കീരികൾ, വലിയ ഉരകങ്ങൾ, പാമ്പുകൾ, കുറുക്കന്മാർ, പട്ടി, പൂച്ച തുടങ്ങി എല്ലാവരും തന്നെ അരണയെ പിടിച്ച് ശാപ്പിടാൻ തക്കം പാർത്തിരിക്കുന്നവരാണ്. ഗതികേടിന് ഈ പറയുന്നവരുടെ കയ്യിലോ വായിലോ എങ്ങാനും ചെന്ന് പെട്ടാൽ ജീവൻ രക്ഷിക്കാൻ പല്ലികളെയും ഓന്തുകളെയും പോലെ വാൽ മുറിച്ചിട്ട് രക്ഷപ്പെടുന്ന തന്ത്രം അരണകളും പയറ്റാറുണ്ട്. മുറിഞ്ഞു മാറിയാലും പിന്നെയും പിടയ്ക്കുന്ന വാലിൽ പിടികൂടിയ ഇരപിടിയൻ്റെ ശ്രദ്ധ തെറ്റിച്ച് ശരീരം രക്ഷിക്കാനുള്ള സൂത്രമാണിത്. വേദനയും വലിയ മെനക്കേടും ഒക്കെ ഉള്ളതാണ് ഈ വാല് മുറിച്ചിടൽ എന്ന പറ്റികൽ പരിപാടി. പല അരണകളുടെയും വാല് പിന്നീട് വീണ്ടും വളരാറുണ്ട്. തലയുടെ മുകൾ ഭാഗത്തെയും ശരീരത്തിൻ്റെ അരികുകളിലെയും ശൽക്കങ്ങളുടെ ക്രമീകരണം, വലിപ്പം തുടങ്ങിയവ നോക്കിയാണ് വ്യത്യസ്ത ഇനങ്ങളെ തിരിച്ചറിയുന്നത്. കൂടാതെ കീഴ്കൺപോളയുടെ രൂപവും ഇവയെ തിരിച്ചറിയാനായിട്ട് സഹായിക്കും. പൊതുവെ എല്ലാ അരണകളുടെയും കൺപോളകൾ ചലിപ്പിക്കാൻ പറ്റുന്നവയാണ്. കൺപോളകൾ ചലിപ്പിക്കാത്ത ഇനങ്ങളും അപൂർവമായിട്ടുണ്ട്. ചില ഇനങ്ങളിൽ കൺപോളയുടെ മധ്യഭാഗത്ത് സുതാര്യമായ ഒരു വിടവ് ഉണ്ടാകും. അതിനാൽ കണ്ണടച്ചാലും കാഴ്ച കാണാൻ പറ്റും. സാധാരണയായി അരണകളുടെ കാലുകളിൽ 5 വിരലുകളാണ് ഉണ്ടാകുക. എന്നാൽ വ്യത്യസ്തമായ ഇനങ്ങളും ഉണ്ട്. അരണ പൊതുവെ മുട്ടയിട്ടാണ് പ്രത്യുൽപാദനം നടത്തുക. അന്ധവിശ്വാസങ്ങളെ നോക്കാം. അരണ കടിച്ചാൽ ഉടനെ മരണം എന്നൊരു ചൊല്ലുണ്ട്. ഈ സാധുവിൻ്റെ തലയിലും ഉടലിലും ഒറ്റ നോട്ടത്തിൽ പാമ്പിനെ പോലെ തോന്നുന്നതിനാൽ ആരോ പറഞ്ഞുണ്ടാക്കിയ കഥയാകാം ഇത് വെറും അന്ധവിശ്വാസമാണ്. അരണകളുടെ ഒരു
ഇരുവശങ്ങളിലും കാണപ്പെടുന്ന ചുവപ്പ് കലർന്ന മഞ്ഞ നിറം വിഷമാണെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ഇതാകട്ടെ പൊതുവെ പ്രത്യുൽപാദന കാലത്ത് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. പാമ്പിൻ വിഷത്തിന് പോലും യഥാർത്ഥത്തിൽ നിറമില്ല. നിറവും വിഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അരണയ്ക്ക് വിഷപ്പല്ലുകളോ വിഷഗ്രന്ഥികളോ ഇല്ല. അതിനാൽ തന്നെ ഇവ കടിച്ചാൽ മരണമുണ്ടാകില്ല. മാത്രവുമല്ല, അവ ഇരയെ മാത്രമേ പൊതുവെ കടിക്കാറുള്ളൂ. മനുഷ്യൻ അരണയുടെ ഇരയല്ലാത്തതുകൊണ്ട് പൊതുവെ മനുഷ്യനെ കടിക്കാറില്ല. അരണ കടിച്ച് ആരും ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അരണ ഏറ്റ് ഒരാളും ഏതെങ്കിലും ആശുപത്രിയിൽ ഇന്നോളം പ്രവേശിപ്പിക്കപ്പെട്ടതായി ഒരു രേഖയും ഇതുവരെയില്ല. മനുഷ്യരെ കടിക്കാനുള്ള ത്രാണിയും വിഷപ്പല്ലും വിഷസഞ്ചിയും ഒന്നും ഈ പാവം അരണയ്ക്കില്ല. അബദ്ധത്തിലെങ്ങാനും ഒരണ ആരെയെങ്കിലും കടിച്ചാൽ തന്നെയും അതൊരു വേദന പോലും ഉണ്ടാകില്ല. കാരണം അതിൻ്റെ പല്ലുകൾ അത്ര ദുർബലമാണ്. ഒരു ഇക്കിളി മാത്രമേ ഉണ്ടാകാറുള്ളൂ. അരണയുടെ ശരീരത്തിലാകമാനം വിഷമാണെന്നും അറിയാതെ അവയെ കഴിച്ചാൽ മരണം സംഭവിക്കുമെന്നുമുള്ള വിശ്വാസങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. ഇത് പൊതുവെ ഒന്നാമത്തെ അരണ കടിച്ചാൽ വിഷമെന്നുള്ളതാണ്. രണ്ടാമത്തെ അന്ധവിശ്വാസമാണ് അരണയെ കഴിച്ചാൽ മരിക്കുമെന്നുള്ളത്. അതിന് ചില കഥകൾ പറയാറുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ ഇതാണ്. ഒരമ്മയും മക്കളും അറിയാതെ അരണ വീണ് ചത്ത കഞ്ഞി കുടിച്ച് മൊത്തമായി അവർ ചത്തുപോയത്രേ. അരണയുടെ ശരീരത്തിൽ അത്തരം മാരകമായ വിഷമൊന്നും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതാണ് ശാസ്ത്രം തെളിയിക്കുന്നത്. മൂന്നാമത്തെ ഒരു അന്ധവിശ്വാസം അരണ മഹാമറവിക്കാരനാണ് എന്നുള്ളതാണ്. അരണയുടെ തല വാലറ്റം വരെ തിരിയുമ്പോഴേക്കും മനസ്സിലോർത്ത കാര്യം മറന്നുപോകുമത്രേ. അതുകൊണ്ട് ഉദ്ദേശിച്ച ആളെ കടിക്കാൻ പോലും അരണ മറന്നു പോകുന്നുവെന്നാണ് അരണക്കടി ആർക്കും ഏറ്റിട്ടില്ല എന്നതിന് പ്രത്യുത്തരമായി ഈ അന്ധവിശ്വാസികൾ പറയാറുള്ളത്. അല്ലായിരുന്നെങ്കിൽ എല്ലാവരെയും ചറുപറ കടിച്ച് അവരൊക്കെ മരിക്കുമായിരുന്നു എന്നാണ് ധ്വനി. ഓർമ്മക്കുറവുള്ളവരെ കളിയാക്കാൻ അരണബുദ്ധി എന്ന പ്രയോഗം അങ്ങനെ ഉണ്ടായതാണ്. എന്നാൽ അരണ അത്രയ്ക്ക് മറവിയുള്ള ജീവിയല്ല. പല്ലികളെപ്പോലെ തന്നെ ശത്രു വരുമ്പോൾ വാൽ മുറിച്ച് കളഞ്ഞ് ജീവൻ രക്ഷിക്കുന്ന സ്വഭാവം അരണകൾക്കുണ്ട്. അരണയുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ ശേഖരിച്ച് വയ്ക്കുന്ന ഇടമാണ് വാല്. അതിനാൽ വാല് മുറിച്ചതിന് ശേഷം ആ സ്ഥലം ഓർത്തു വെച്ച് തിരിച്ചു വന്ന് സൗകര്യം കിട്ടിയാൽ ആ മുറിച്ചിട്ട വാല് കണ്ടുപിടിച്ച് അത് തിന്നുന്ന ശീലം അരണയ്ക്കുണ്ട്. എത്രയോ കാലം കൊണ്ട് ശേഖരിച്ചു വെച്ച കൊഴുപ്പ് വെറുതെ നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ബുദ്ധിയുള്ള അരണ, ഓർമ്മയുള്ള അരണ അത് ഓർത്തു വെച്ച് തിരിച്ചു വന്ന് ഈ മുറിച്ച് കളഞ്ഞ വാല് ശത്രു കഴിച്ചിട്ടില്ലെങ്കിൽ അത് കഴിച്ച് ആ നഷ്ടപ്പെട്ടുപോയ ഈ കൊഴുപ്പ് വീണ്ടും ശരീരത്തിലേക്ക് എടുക്കുന്നു. അത്രയും ഓർമ്മയുള്ള ജീവിയാണ് മറവിക്കാരൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നാലാമത്തെ ഒരു കഥ ഇതാണ്. സർപ്പങ്ങളെപ്പോലെ അരണയും ഒരു ഉരകമായതുകൊണ്ട് ഇതിൻ്റെ വായിലും മാണിക്യരത്നമുണ്ട് എന്ന ഒരു സങ്കല്പമുണ്ട്. അതൊരു കവിസങ്കല്പമാണ്. അരണമാണിക്യം എന്ന പേരാണ് അതിന് കൊടുത്തിട്ടുള്ളത്. സർപ്പങ്ങൾ തലയിൽ അത്ഭുത രത്നം കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ അരണയും തലയിൽ അരണമാണിക്യം കൊണ്ടു നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരു വെച്ചുകെട്ടിയ കഥയും വിശ്വാസവുമൊക്കെയാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. ശാസ്ത്രീയമായി യാതൊരു തെളിവും ഇതിനില്ല. അരണയും പഴഞ്ചൊല്ലുകളും തമ്മിലുള്ള കാര്യങ്ങളെ നോക്കാം. അരണയുമായി ബന്ധപ്പെട്ട് ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്. അരണ കടിച്ചാൽ ഉടനെ മരണം, അരണയുടെ ബുദ്ധി അരനിമിഷം മാത്രം, അരണയ്ക്ക് മറതി, അരണകിരണ ശപ്പില, അരണ ഉരണ ഊറാമ്പുലി. ഇതൊക്കെ അരണയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ്. ഈ പഴഞ്ചൊല്ലുകളിൽ പലതും വാസ്തവവിരുദ്ധമാണ്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ് പഴഞ്ചൊല്ലിനെക്കുറിച്ചുള്ള ആമുഖ പഴഞ്ചൊല്ല്. എന്നാൽ ചില പഴഞ്ചൊല്ലുകൾ അന്ധവിശ്വാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വസ്തുതകൾക്ക് വിരുദ്ധമായി സാമാന്യ യുക്തിക്ക് നിരക്കാതെ ഉണ്ടാകപ്പെട്ടതോ. അതുകൊണ്ട് അരണയെക്കുറിച്ചുള്ള ഈ പഴഞ്ചൊല്ലുകൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അരണയെക്കുറിച്ചുള്ള ഈ കൗതുക കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.